പൊന്നച്ചൻ ചേട്ടനല്ലേ? ചാർലി, നീ ഇപ്പൊ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെ നാട്ടിലാ ചേട്ടാ. സിസിലി ഗർഭിണിയല്ലേ? ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക. അവളെ അർത്ഥങ്ങൾ പെരുന്നാളിന് കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. അതാ രാത്രി തന്നെ പോണേ. പിള്ളച്ചോ, ഈ കൊച്ചിനെ എനിക്ക് അറിയാവുന്നതാ. പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. പെരുന്നാളിന് പോകണമെങ്കിൽ ഒരെണ്ണം അടിക്കണം. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഭാര്യയും കുട്ടി പള്ളിയിൽ പോണം. പൊന്നച്ച പൊന്നച്ച അല്ല ചേട്ടാ, ആലപ്പുഴയ്ക്ക് നേരെയല്ലേ? അത് പല്ലന വരെ ഒന്ന് പോണം. അവിടുന്ന് ഒരാളെ കൂടി കൂട്ടാനുണ്ട്. എന്നിട്ട് നമുക്ക് ആലപ്പുഴയ്ക്ക് പോവാം. ഓ ശരി. പെരുന്നാളാണെങ്കിലും ഉത്സവമാണെങ്കിലും സംഗതി കൊടുക്കണമെങ്കിൽ ഇപ്പം വേണം. അപ്പൊ മോൻ ഒന്നും നോക്കണ്ട, ഇതൊരു പിടിയാണ് പിടി. വേണ്ട ചേട്ടാ, ഭാര്യ ഗർഭിണിയാ, അവൾക്കതൊരു ബുദ്ധിമുട്ടാ. ഇതൊക്കെ ഒരു സന്തോഷം. ഊശങ്ങട് വണ്ടി ഒതുക്കി ഇവിടെ ഇരുന്നു. ഒരു ഏതല്ല. നാളായിട്ട് കള്ളടിക്കാതെ താനെന്ത് നസറാണിയാടും. അത് പിടിച്ചോ, അടിക്കേ വേണ്ട. അടിക്കടാ. ഇതിനൊരു വല്ലാത്ത ചോവ. കള്ളിന് ചോവേ, അടിക്കടാ. വേണ്ട ചേട്ടാ. അടിച്ചോ. വേണ്ട. അടിക്കേ. കള്ളടിക്കാൻ പറ്റില്ലല്ലോടാ നിനക്ക്. ചേട്ടാ തുപ്പാണോ കാറില്? അയാൾ മതി വേണ്ടത്. നിങ്ങളോടല്ലേ ഇവനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടി? ഇപ്പൊ കാഴ്ചതാ, ഏകദേശം 1 മണിക്കൂർ അല്ലേ? വണ്ടി എടുക്ക്. വണ്ടി അടുത്തോട്ട് വേണ്ട, പിള്ളേച്ചൻ്റെ വീട്ടിലേക്ക് വേഗം ആവട്ടോ. പിന്നിലെ കുളിമുറിലോട്ട് എടുത്തോ. സാബ് പിടിച്ചു കൊടുക്കുക. അല്ല, ഇവിടെ ഇട്ടാണോ?
മോഹം മാത്രമേ ഇപ്പോൾ കരിക്കുന്നുള്ളൂ. ബാക്കി അവിടെ ഇങ്ങോട്ട് കത്തിക്കാം. കത്ത് നാല് കാശ് കിട്ടിയാൽ നീയൊക്കെ എന്തും ചെയ്യും അല്ലടാ? അയ്യോ സാർ, 8 ലക്ഷം എന്ന് കേട്ടപ്പം അറിയാതെ പറ്റിപ്പോയതാ. 8 ലക്ഷം? ആ, ഞങ്ങൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട അത്രയും കാശുണ്ടാക്കാൻ പറ്റുമോ? ഉള്ളതാ സാറേ. 10 അംബാസിഡർ വീടിൻ്റെ ഉമ്മറത്ത് കിടക്കുന്ന സ്വപ്നം കണ്ടോളം പറഞ്ഞിട്ടാ ആ കുറിപ്പ്. എത്രയായിരുന്നു വീതം? സാറേ, ഞങ്ങൾ ഓരോരുത്തർക്കും 2 ലക്ഷം രൂപ വെച്ചാൽ. 2 ലക്ഷം. അതായത് സുധാകര കുറുപ്പിന് 2 ലക്ഷം രൂപ. കുറുപ്പിനും അങ്ങേരുടെ ഭാര്യയ്ക്കും അങ്ങ് ഗൾഫിൽ ശമ്പളം എത്രയായിരുന്നു അറിയൂ? മാസം 80,000 രൂപ. അതേ കുറുപ്പ് വെറും 2 ലക്ഷം രൂപയ്ക്ക് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു. 2 ലക്ഷം പോട്ടെ, 8 ലക്ഷം രൂപയ്ക്ക് ചെയ്യൂ ജോണി? ഇല്ല സാർ. ആ, അപ്പോ കാശ് മാത്രമായിരുന്നില്ല കൊലപാതകത്തിന് പിന്നിലെ കാരണം. അവസാനമായിട്ട് പിള്ള എപ്പോഴാ കുറുപ്പിനെ കണ്ടത്? അന്ന് രാത്രി പാടത്ത് വെച്ച്. നീയോ? സാറേ, എറണാകുളത്ത് വെച്ചായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു ബസ്സിന് കയറി ചാവക്കാട് പോകാൻ പറഞ്ഞായിരുന്നു. അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് കുറുപ്പ് സാറും പിന്നെ പൊന്നച്ചനും ഉണ്ടായിരുന്നു.